നമ്മളിന്നേ അമേരിക്കയിലത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡാം കാണാൻ പോവാം. ഈ ഡാം നിർമ്മിച്ച കൺസ്ട്രക്ഷനെ പറ്റി പറയുമ്പോഴാണ് അതിന് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ്. ഈ കൊളറാഡോ റിവറിന്റെ പ്രകൃതിശക്തി കുറയ്ക്കാനായിട്ട് അമേരിക്ക പണിത രണ്ട് ഡാമുകളാണ് ഗ്ലെൻ കാനിയൻ ഡാമും അതേപോലെ ഹൂവർ ഡാമും. ഈ ഗ്ലെൻ കാനിയൻ ഡാം നിൽക്കുന്നത് ഒരു കാനിയന്റെ സൈഡിൽ അല്ലെങ്കിൽ ഒരു ഗോർജിന്റെ സൈഡിലാണ് നിൽക്കണെന്ന് പറയുമ്പോഴാണ് അടുത്ത രസം. ഒരു പക്ഷെ അമേരിക്ക ഈ ഒരു ഡാം അന്ന് 1950, 60 കാലഘട്ടങ്ങളിൽ ഇത് പണിതില്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരുപാട് പ്രളയങ്ങളും ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളൊക്കെ അമേരിക്ക നേരിടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള രണ്ട് ഡാമുകളാണ് ഈ ഹൂവർ ഡാമും ഗ്ലെൻ കാനിയൻ ഡാമും. ഈ വണ്ടികൾ പോണ ആ ബ്രിഡ്ജ് ആയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഹാർച്ച് ബ്രിഡ്ജ് ആയിരുന്നു 1959, 60 കാലഘട്ടങ്ങളിൽ. ഇപ്പൊ അത് ചൈന എടുത്ത് കൊണ്ടുപോയി. ഇതിനേക്കാൾ ഉപരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പാണ്. ഇവിടുത്തെ കല്ലുകളുടെ ഷേപ്പുകളും നമ്മൾ ഹൈക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭൂപ്രകൃതി നമ്മളവിടെ ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മൾ തിരിച്ച് കപ്പിത്താനിൽ വന്ന് നമ്മുടെ യാത്ര തുടങ്ങി. നമ്മൾ വാൾമാർട്ടിലൊക്കെ കയറി കുറച്ച് ആപ്പിളും കുറച്ച് ഫ്രൂട്ട് സലാഡൊക്കെ മേടിച്ച് കഴിച്ച് തിരിച്ച് നമ്മൾ ക്യാമ്പ് സൈറ്റിൽ പോയി കിടക്കണം.